1978 ഫെബ്രുവരി മാസം 24, സമയം വൈകുന്നേരം 5:30. ജോസഫ് എന്ന വ്യക്തി യുഎസിലെ കാലിഫോർണിയയിലെ മഞ്ഞുമലകളാൽ ചുറ്റപ്പെട്ട പ്ലൂമാസ് നാഷണൽ ഫോറസ്റ്റിൽ കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു. അതൊരു ശൈത്യകാലമായതിനാൽ തന്നെ മഞ്ഞുവീഴ്ചയും വളരെ അധികമായിരുന്നു. റോഡ് ഐസ് കൊണ്ടെല്ലാം നിറഞ്ഞിരുന്നു. പിന്നെയും എന്തുകൊണ്ടാണ് അയാൾ അത്രയും അപകടകരമായി ആ റോഡിൽ യാത്ര ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ആ ആഴ്ച അദ്ദേഹം കുടുംബത്തോടൊപ്പം ഒരു വീക്കെൻഡ് ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നു. അതിന് റോഡിന്റെ അവസ്ഥ ഒന്ന് പരിശോധിക്കണം, ആ ഒരു യാത്ര പോകണോ വേണ്ടയോ എന്ന തീരുമാനം എടുക്കാൻ വേണ്ടിയുമാണ് ഇപ്പോൾ ഈ ഒരു യാത്ര. മഞ്ഞുവീഴ്ച അത്രയും കനത്തതായതുകൊണ്ട് പോകുന്ന വഴിയിൽ ഒരു സ്ഥലത്ത് ഒരു നിയന്ത്രണ ബോർഡ് തൂക്കിയിരുന്നു. ആ റോഡ് ബ്ലോക്കും ചെയ്തിരുന്നു. അവിടെ എത്തിയതും ഇനി തിരികെ പോകാം എന്ന് ചിന്തിച്ച് ജോസഫിന് ഒരു ഞെട്ടൽ അവിടെ കാത്തിരുന്നു. അതെ, അദ്ദേഹത്തിന്റെ കാർ അവിടെ കുടുങ്ങിപ്പോയി. ആ ഒറ്റപ്പെട്ട പ്രദേശത്ത്, ആ ഉയർന്ന മഞ്ഞുവീഴ്ചയുള്ള ഒറ്റപ്പെട്ട പ്രദേശത്ത് അദ്ദേഹത്തിന്റെ കാർ കുടുങ്ങിയതിനാൽ എന്ത് ചെയ്യണമെന്ന് ഇപ്പോൾ അദ്ദേഹത്തിന് അറിയില്ല. ആദ്യം തുടർച്ചയായി ആ കാർ അവിടെ നിന്നും എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് എടുത്തുകൊണ്ടുപോകാനായി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ കാറിൽ നിന്നും ഇറങ്ങി കാർ തള്ളാനായി ശ്രമിച്ചു. പക്ഷെ അദ്ദേഹത്തിന് അടുത്ത ഞെട്ടൽ നൽകുന്ന രീതിയിൽ പെട്ടെന്ന് അയാൾക്കൊരു നെഞ്ചുവേദന വരാൻ തുടങ്ങി. സമയം ഇങ്ങനെ കടന്നു പോകുന്തോറും ആ നെഞ്ചുവേദന കൂടാൻ തുടങ്ങി. അതെ, ആ സമയത്ത് അദ്ദേഹത്തിനുണ്ടായത് ഹൃദയാഘാതമായിരുന്നു. ആ വലിയ വനത്തിനുള്ളിൽ, ആ മരവിപ്പിക്കുന്ന മഞ്ഞുവീഴ്ചയിൽ, ആ മരങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന്റെ കാറ് കുടുങ്ങി. അത് തള്ളാൻ പോയപ്പോൾ അദ്ദേഹത്തിന് ഹൃദയാഘാതമുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. പക്ഷെ അതിനുശേഷം സംഭവിച്ച കാര്യങ്ങൾ ഇതുവരെയും പരിഹരിക്കപ്പെടാത്ത ഒരു നിഗൂഢ കേസായി തന്നെ ഇതിനെ മാറ്റാൻ തുടങ്ങി. റഷ്യൻ ഡയറ്റ്ലവ് സംഭവം പോലെ അമേരിക്കൻ ഡയറ്റ്ലവ് സംഭവം എന്ന് വിളിക്കപ്പെടുന്ന വളരെ വിചിത്രമായ ഒരു കേസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. തനിക്ക് നെഞ്ചുവേദന വന്നതുകൊണ്ട് അദ്ദേഹം കാറിനുള്ളിൽ കയറി വിശ്രമിക്കാൻ തീരുമാനിച്ചു. ആരെങ്കിലും വരുമോ, വന്നാൽ സഹായം ചോദിക്കാം എന്ന് കരുതി റോഡിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഏകദേശം 6 മണിക്കൂർ കാത്തിരുന്നു. ആരും അവിടെ എത്തിയില്ല. സമയം ഇപ്പോൾ രാത്രി 11:30. ഇതോടുകൂടി തൻ്റെ അധ്യായം അവസാനിച്ചുവെന്ന് അദ്ദേഹം കരുതിയപ്പോൾ അയാൾക്ക് വീണ്ടും ഒരു ഞെട്ടൽ കാത്തിരുന്നു. അപ്രതീക്ഷിതമായ ഒരു സംഭവം അവിടെ ഉണ്ടായി. അതെ, ആ ഇടതൂർന്ന കാടിനുള്ളിൽ നിന്നും ഒരു വെളിച്ചം കാണാൻ തുടങ്ങി. അതൊരു കാറിന്റെ ഹെഡ്ലൈറ്റ് ആണെന്ന് ജോസഫിന് മനസ്സിലായി. പക്ഷെ അത് ഒരു കാറല്ല, 2 കാറാണ്. കൂടാതെ ഹെഡ്ലൈറ്റിന് മുന്നിൽ ഒരു കൂട്ടം ആളുകൾ വരുന്നതായും അയാൾക്ക് തോന്നി. ഈ ഹെഡ്ലൈറ്റ് ഫ്ലാഷ് അവരുടെ പിന്നിൽ നിന്നും വരുന്നതിനാൽ അവരെല്ലാവരും നിഴലുകൾ പോലെ കാണപ്പെട്ടു. അങ്ങനെ ആ നിഴലിൽ അവൻ ഒരു സ്ത്രീയെയും ഒരു കുട്ടിയെയും ഒരു കൂട്ടം പുരുഷന്മാരെയും കണ്ടു. ഇനി തന്റെ ജീവൻ യാതൊരു അപകടവുമില്ല. അവരോട് സഹായം ചോദിച്ച് ആശുപത്രിയിൽ പോകാം എന്ന് അദ്ദേഹം ഒരുപാട് ആശ്വസിച്ചു. ഉടൻ തന്നെ തന്റെ കാറിൽ നിന്നും താഴെ ഇറങ്ങി അവരെ നോക്കി വളരെ ശബ്ദത്തിൽ അലറാൻ തുടങ്ങി. താനിവിടെ കുടുങ്ങിയിരിക്കുകയാണ്, ഒന്നെന്നെ ശ്രദ്ധിക്കാമോ എന്ന് നിലവിളിച്ച് പറയാൻ തുടങ്ങി. അവന്റെ ശബ്ദം കേട്ടതും അവർ തന്റെ അടുത്തേക്ക് ഓടി വരുമെന്നായിരുന്നു ജോസഫ് ചിന്തിച്ചത്. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. അടുത്ത നിമിഷം അദ്ദേഹം അങ്ങനെ നിലവിളിക്കാൻ തുടങ്ങിയ ആ നിമിഷം തനിക്ക് മുൻപിൽ കണ്ട ആ 2 കാറിന്റെയും ഹെഡ്ലൈറ്റുകൾ ഓഫായി. മാത്രമല്ല, അതുവരെയും അവിടെ കേട്ട കുറെ ആളുകളുടെ ശബ്ദമെല്ലാം പെട്ടെന്ന് അങ്ങനെ നിശബ്ദമായി. ഇതിൽ ഞെട്ടിപ്പോയി അദ്ദേഹം ഇപ്പൊ വീണ്ടും അലറി വിളിക്കാൻ തുടങ്ങി. പക്ഷെ അയാൾക്ക് മറുപടി ലഭിക്കാത്തതിനാൽ വീണ്ടും കാറിനുള്ളിൽ പോയിരിക്കുന്നു. എന്നാൽ അടുത്ത കുറച്ചു മണിക്കൂറിനുള്ളിൽ മറ്റൊരു കാര്യം അദ്ദേഹത്തെ കാത്തിരുന്നു. അദ്ദേഹത്തിന്റെ കാറിൽ നിന്നും കുറച്ചടി അകലെ വീണ്ടും ഒരു വെളിച്ചം കണ്ടു. പക്ഷെ ഇപ്പോൾ കണ്ട വെളിച്ചം കാറിന്റെ ഹെഡ്ലൈറ്റ് അല്ല. ഒരു 4-5 ആളുകൾ ടോർച്ച്, ഫ്ലാഷ് ലൈറ്റുമായി നിൽക്കുന്നതായിരുന്നു കണ്ടത്. പക്ഷെ മഞ്ഞ് പൂർണ്ണമായും മൂടിയിരുന്നു. അവരിൽ എത്ര പേർ നിൽക്കുന്നുവെന്ന്, കൃത്യമായി എത്ര പേരാണെന്ന് അദ്ദേഹത്തെ കൊണ്ട് സ്ഥിരീകരിക്കാൻ സാധിച്ചില്ല. എങ്കിലും അദ്ദേഹം വീണ്ടും കാറിൽ നിന്നും ഇറങ്ങി സഹായത്തിനായി നിലവിളിക്കാൻ തുടങ്ങി. പക്ഷെ വീണ്ടും ആ ശബ്ദം കേട്ടതും എല്ലാ ലൈറ്റും ഓഫാകാൻ തുടങ്ങി. ലൈറ്റ് പതിയെ പതിയെ മങ്ങാൻ തുടങ്ങി. വീണ്ടും ജോസഫ് കാറിനുള്ളിൽ പോയി കിടന്നു. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അവന്റെ കാറിലെ പെട്രോൾ പൂർണ്ണമായും തീർന്നു. കാറും ഓഫായി. ആ സമയത്ത് അദ്ദേഹം എന്ത് ചിന്തിച്ചു എന്നറിയില്ല. പെട്ടെന്ന് എഴുന്നേറ്റ് ഇനിയും താൻ ഈ കാറിലിരുന്നാൽ ശരിയാകില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് കാറിൽ നിന്നും ഇറങ്ങി അവിടെ നിന്നും 12 കിലോമീറ്റർ അകലെയുള്ള ഒരു ഹോട്ടലിലേക്ക് നടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നടന്ന കുറച്ച് ദൂരത്തിൽ തന്നെ 1969 മോഡൽ മെർക്കുറി മോണ്ടെക്കോ കാർ നിൽക്കുന്നതും അവൻ കണ്ടു. പക്ഷെ ആ കാറിനുള്ളിൽ ആരും ഉണ്ടായിരുന്നില്ല.
ഒരല്പസമയത്തിന് മുൻപ് നമ്മൾ കണ്ടതും കേട്ടതുമെല്ലാം ഈ കാറിൽ വന്ന ആളുകളുടേതായിരിക്കാം എന്ന് കരുതി അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കാതെ അദ്ദേഹം വീണ്ടും ആ ഹോട്ടലിനെ നോക്കി നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്ന് അടുത്ത ദിവസം രാവിലെ ആ ഹോട്ടലിലെത്തി. അവിടെ വൈദ്യ ചികിത്സയ്ക്ക് ശേഷം ആ മലയിൽ പെട്രോൾ ഇല്ലാതെ കുടുങ്ങിക്കിടക്കുന്ന അദ്ദേഹത്തിന്റെ കാറിനെ മറ്റൊരാളെ വിട്ട് എടുപ്പിച്ചു. പക്ഷെ ആ രാത്രി അയാൾക്കുണ്ടായ ആ ഒരു അനുഭവം, അയാൾക്ക് സംഭവിച്ച ഈ കാര്യങ്ങൾ, അയാൾ നേരിട്ട ഈ വിചിത്രമായ സംഭവങ്ങൾ, ഇവയെല്ലാം ചരിത്രത്തിൽ ഒരു നിഗൂഢതയായി മാറാൻ പോകുന്നുവെന്ന് അദ്ദേഹത്തിന് ആ സമയം അറിയില്ലായിരുന്നു. 1978 ഫെബ്രുവരി മാസം 24, അതെ, ഞാൻ ആ മുഖത്തിൽ പറഞ്ഞ അതേ ദിവസം, അതായത് ജോസഫ് തൻ്റെ കാറെടുത്ത് ആ മലയിലേക്ക് പോയിക്കൊണ്ടിരുന്ന അതേ സമയത്ത് പാരലായി മറ്റൊരു സംഭവം നടക്കാൻ തുടങ്ങി. കാലിഫോർണിയ സിറ്റിയിലുള്ള യൂക കൗണ്ടി എന്ന സിറ്റിയിലുള്ളവരാണ് 29 വയസ്സുള്ള ബിൽ സ്റ്റെർലിംഗ്, 24 വയസ്സുള്ള ജാക്ക് ഹ്യൂറ്റ്, 32 വയസ്സുള്ള ഡെക് വെയർ, 30 വയസ്സുള്ള ജാക്ക് മദ്രുക, അവസാനമായി 25 വയസ്സുള്ള ഗാരി മത്യാസ്. ഇങ്ങനെ 5 പേരടങ്ങുന്ന ഈ ഒരു ഗ്രൂപ്പിനെ ദ ബോയ്സ് ഗ്യാങ് എന്നാണ് ആ ഒരു പ്രദേശത്തെ ജനങ്ങൾ വിളിച്ചിരുന്നത്. ആ 5 പേർക്കും ബാസ്കറ്റ് ബോൾ ഇഷ്ടമായിരുന്നു. 5 പേരും ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ബാസ്കറ്റ് ബോളിനെ കുറിച്ച് സംസാരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് ബാസ്കറ്റ് ബോൾ മാച്ച് കാണാൻ പോകും. അങ്ങനെയാണ് ഫെബ്രുവരി മാസം 24-ാം തീയതി 1978 ആ ഒരു പട്ടണത്തിൽ നിന്നും 80 കിലോമീറ്റർ അകലെയുള്ള ചിക്കോ നഗരത്തിൽ നടക്കുന്ന ബാസ്കറ്റ് ബോൾ കളി കാണാൻ പോയ 5 പേരും വീട്ടിലേക്ക് തിരികെ വന്നില്ല. ഇപ്പോൾ 5 പേരുടെയും കുടുംബത്തിലുള്ളവർക്ക് വല്ലാത്ത ഭയം തോന്നാൻ തുടങ്ങി. അടുത്ത ദിവസം പോലീസിൽ ഒരു പരാതി കൊടുത്തു. എങ്ങനെയെങ്കിലും അവരെ കണ്ടെത്താൻ ആവശ്യപ്പെട്ടു. ഇതിൽ ആ മത്യാസിന് മാത്രമേ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ കാറിലായിരുന്നു ഈ 5 പേരും ഈ കാഴ്ച കാണാനായി പോയത്. ഇപ്പോൾ യൂബ സിറ്റി ടു ചിക്കോ സിറ്റി വരെയുള്ള എല്ലാ സ്ഥലങ്ങളും തിരഞ്ഞു നോക്കി. പോലീസിന് യാതൊരു വിവരവും ലഭിച്ചില്ല. അങ്ങനെ കാണാതായവരെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് $1215, ഇപ്പോഴത്തെ മതിപ്പിൽ $5700, ഇന്ത്യൻ വിലയിൽ നോക്കിയാൽ ഏകദേശം 4.5 ലക്ഷം രൂപ റിവാർഡ് നൽകുമെന്നും അറിയിച്ചു. 5 പേരുടെ ഫോട്ടോ അടിച്ച് പരസ്യം ചെയ്യാൻ തുടങ്ങി. ഇത് കണ്ട ഒരു സ്ത്രീ, അവർ കാണാതായ അന്നത്തെ ദിവസം രാത്രി ഒരു 10 മണിയോടുകൂടി ഈ 5 പേരും ചിക്കോ സിറ്റിയിൽ ആ സ്ത്രീ ജോലി ചെയ്യുന്ന കടയിൽ വന്ന് ഒരുപാട് സ്നാക്സ് വാങ്ങിയതായും കട അടയ്ക്കാൻ പോകുന്ന ആ ഒരു അവസാന സമയത്ത് വന്ന 5 പേരുടെയും സ്വഭാവത്തിലും അവരുടെ പെരുമാറ്റത്തിലും എന്തോ വ്യത്യസ്തത തോന്നിയെന്നും അത് കണ്ടവർ ഒരുപാട് ഭയപ്പെട്ടുവെന്നും പോലീസിനോട് ആ സ്ത്രീ പറഞ്ഞു. ഇതേ സമയത്താണ് നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ ജോസഫ് അദ്ദേഹത്തിന്റെ നെഞ്ചുവേദനയ്ക്ക് ചികിത്സയെല്ലാം അവസാനിപ്പിച്ച് വിശ്രമിക്കുന്നത്. എന്നാൽ ആ സമയത്താണ് സിറ്റിയിൽ വളരെ സെൻസേഷനായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വാർത്തയെക്കുറിച്ച് അദ്ദേഹം കേൾക്കുന്നത്. അതായത് പോലീസ് കാണാതായ ഈ 5 പേരെയും തിരയുകയായിരുന്നു. പെട്ടെന്ന് ആ രാത്രി താൻ കണ്ട ആ രൂപങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ആളുകളെക്കുറിച്ച് ജോസഫിന് പെട്ടെന്ന് ഓർമ്മ വന്നു. അങ്ങനെ അദ്ദേഹം പോലീസിൽ പോയി തനിക്ക് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോൾ അവർ തിരയുന്ന ഈ 5 പേരും ജെൻസ് ആണ്. പക്ഷേ ജോസഫ് ഒരു സ്ത്രീയെയും ഒരു കൈക്കുഞ്ഞിനെയും കണ്ടതായി പറഞ്ഞു. ഒരു പക്ഷെ അത് മറ്റേതെങ്കിലും ഗ്യാങ് ആയിരിക്കുമെന്നാണ് പോലീസ് ആദ്യം ചിന്തിച്ചത്. എന്നാൽ ജോസഫ് താൻ കണ്ട കാർ മോഡൽ 1969 മെർക്കുറി മോണ്ടഗോ എന്ന് പറഞ്ഞതും പോലീസ് ഞെട്ടാൻ തുടങ്ങി. കാരണം ഈ 5 പേരും പോയത് ഇതേ മോഡൽ കാറിലായിരുന്നു. ഇപ്പൊ പോലീസ് അദ്ദേഹം പറഞ്ഞ സ്ഥലത്ത് പോയി നോക്കിയപ്പോൾ അത് അവർ പോയി അതേ കാറാണെന്ന് സ്ഥിരീകരിച്ചു. ഇപ്പൊ കാറിനടുത്തേക്ക് പോയി നോക്കിയപ്പോൾ കാറിന്റെ ഡോർ തുറന്നിരുന്നു. പക്ഷെ കാറിനുള്ളിൽ താക്കോലില്ലായിരുന്നു. ഒരു പക്ഷേ അടുത്തെവിടെയെങ്കിലും പോയിട്ടുണ്ടാകാം എന്ന് ചിന്തിച്ച പോലീസ് ആ പ്രദേശം മുഴുവനും തിരയാൻ തുടങ്ങി. പക്ഷെ എത്ര തിരിഞ്ഞിട്ടും യാതൊരു പ്രയോജനം ഉണ്ടായില്ല. സത്യത്തിൽ ആ കാർ മഞ്ഞിൽ ഇങ്ങനെ കുടുങ്ങി കിടന്നിരുന്നു. എങ്കിൽ പോലും ഈ 5 പേരും ചേർന്ന് വളരെ എളുപ്പത്തിൽ ആ കാറിനെ പുറത്തെടുത്തിരിക്കാൻ സാധിക്കും. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യാതെ കാറിനെ അവിടെ ഒറ്റയ്ക്ക് ഉപേക്ഷിച്ചിട്ട് ആ മഞ്ഞിൽ അവർ എവിടേക്ക് പോയി എന്ന് പോലീസിനൊന്നും മനസ്സിലായില്ല. വല്ലാത്ത ആശയക്കുഴപ്പം. ഒരുപക്ഷെ കാറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാകാമോ എന്ന് പരിശോധിച്ചപ്പോൾ കാർ നല്ല കണ്ടീഷനിലായിരുന്നു. അവർക്ക് വീട്ടിലേക്ക് വരാൻ ആവശ്യമായ പെട്രോളും അതിനകത്തുണ്ടായിരുന്നു. എങ്കിലും അവിടെ എത്ര തിരിഞ്ഞിട്ടും അവരെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല. അവിടെ മഞ്ഞ് വീഴ്ചയും അധികമായിരുന്നത് കൊണ്ട് പോലീസ് താൽക്കാലികമായി അവരുടെ തിരച്ചിൽ അവിടെ അവസാനിപ്പിച്ചു. 1978 ജൂൺ മാസം 4, അതായത് ഈ സംഭവം നടന്ന കൃത്യം 3 മാസം കഴിഞ്ഞ് അതേ കാലിഫോർണിയ സംസ്ഥാനത്തെ ക്ലൂമേഴ്സ് നാഷണൽ ഫോറസ്റ്റ് ഏരിയയിൽ ആ മഞ്ഞു മൂടിയ പർവ്വതത്തിൽ ഒരു കൂട്ടം ബൈക്ക് റൈഡേഴ്സ് ഇങ്ങനെ പ്രകൃതി ആസ്വദിച്ചുകൊണ്ട് പോവുകയായിരുന്നു. മണിക്കൂറുകളോളം യാത്ര ചെയ്തതിനാൽ ഒരല്പം വിശ്രമിക്കാമെന്നവർ തീരുമാനിച്ചു. എന്നാൽ വിശ്രമിക്കാനുള്ള ടെന്റ് നിർമ്മാണത്തിന് കൃത്യമായ ശരിയായ സ്ഥലം അവർക്ക് ലഭിച്ചില്ല. അങ്ങനെ ക്ഷീണിതരായ അവർ അടുത്ത് എന്ത് ചെയ്യാം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ചകലെ ഒരു ക്യാമ്പ് ട്രെയിലർ കണ്ടത്. ക്യാമ്പ് ട്രെയിലർ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇങ്ങനെ ട്രെക്കിംഗ് ചെയ്യുന്നവർക്ക്, റൈഡേഴ്സിന്, ഇവർക്കൊക്കെ വിശ്രമിക്കാൻ വേണ്ടി
ഗവൺമെന്റ് നിർമ്മിച്ച ഒരു ടെമ്പററി ഹൗസ് എന്ന് പറയാം. ഈ ഒരു ക്യാമ്പ് ട്രെയിലർ കണ്ട ഈ ബൈക്ക് റൈഡേഴ്സ് ഉടൻ തന്നെ ആ സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങി. അവർ ആ ട്രെയിലറിന് സമീപം പോയപ്പോൾ വല്ലാത്ത ദുർഗന്ധം വരാൻ തുടങ്ങി. ആ ദുർഗന്ധം വളരെ അസഹനീയമായതിനാൽ ഒരുപക്ഷെ മൃഗം എന്തെങ്കിലും ചത്തുകിടപ്പുണ്ടാകുമെന്ന് കരുതി. എന്തായാലും ഈ ഒരു ഗന്ധത്തോടു കൂടി ഇവിടെ ഇനി താമസിക്കാൻ കഴിയില്ല എന്നവർ തീരുമാനിച്ചു. പക്ഷെ അവിടെ എന്താണ് എന്നറിയാനുള്ള ഒരു കൗതുകത്തിൽ ആ ട്രെയിലറിന് സമീപം പോയി. അങ്ങനെ അടുത്തേക്ക് പോകുമ്പോൾ ആ ട്രെയിലറിന്റെ മുൻവശത്തെ ജനൽ തകർന്നിരിക്കുന്നതായി അവർ ശ്രദ്ധിച്ചു. ഏതെങ്കിലും മൃഗം അറ്റാക്ക് ചെയ്തിട്ടുണ്ടാകാം എന്ന് ചിന്തിച്ചാലും ആരുമില്ലാത്ത ഇടതൂർന്ന വനത്തിനുള്ളിൽ ആ ട്രെയിലറിന്റെ ആ തകർന്ന ജനാലയം കണ്ടപ്പോൾ എന്തോ കുഴപ്പമുള്ളതുപോലെ അവർക്ക് തോന്നിപ്പിച്ചു. പക്ഷെ മനസ്സിൽ ധൈര്യമൊക്കെ കൊണ്ടുവന്ന് ഇത്രയും പേരുണ്ടല്ലോ, എന്ത് സംഭവിക്കാനാണ്? ഇങ്ങനെ ചിന്തിച്ച് ഒരു ധൈര്യത്തിൽ ട്രെയിലറിന്റെ കതക് തുറന്ന് അകത്തേക്ക് പോയി. അകത്തുള്ള ഒരു ബെഡിൽ ആരോ കിടക്കുന്നത് പോലെ അവർക്ക് തോന്നി. അത്രയും അസഹനീയമായ ഗന്ധത്തിൽ പോലും ഒരാൾക്ക് എങ്ങനെ ഇവിടെ കിടന്നുറങ്ങാൻ സാധിക്കും? അദ്ദേഹത്തിന്റെ കാല് മുതൽ മുഖം വരെയും ഷീറ്റ് കൊണ്ട് മൂടിയിട്ടിട്ടുണ്ട്. അവരും അയാളെ ഉണർത്താനായി ശ്രമിച്ചു. ഉണരുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ പുറമെ മൂടിക്കിടന്നിരുന്ന ആ ഒരു ഷീറ്റ് എടുത്ത് മാറ്റി. ആ ഷീറ്റ് അവർ വലിച്ചെടുത്തു. പക്ഷേ അതിനിടയിൽ മറ്റൊരു ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതും അവർ മാറ്റുന്നു. അതിനകത്ത് വീണ്ടും ഒരു ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ 1 2 അല്ല, മൊത്തം 8 ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു. ആ 8 ബെഡ്ഷീറ്റും എടുത്തപ്പോൾ അവരുടെ കണ്ണിൽ കണ്ട കാഴ്ചയെല്ലാം ഒരു മനുഷ്യന്റെ ഡെഡ് ബോഡി ആയിരുന്നു. അത് അഴുകിയ അവസ്ഥയിലായിരുന്നു. ഒരു പക്ഷേ തണുപ്പ് സഹിക്കാനാകാതെ മരിച്ചിട്ടുണ്ടാകാമെന്ന് കരുതി പോലീസിനെ വിവരം അറിയിച്ചു. പോലീസും അവിടെ എടുത്ത് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അദ്ദേഹം തണുപ്പ് സഹിക്കാനാകാതെ മരിച്ചുവെന്ന് കൺഫേമായി. അപ്പോഴാണ് അയാൾ ആരാണ് എന്നുള്ളതിനെ കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അതെ, അവിടെ ആ മരിച്ചു കിടന്ന വ്യക്തി കാണാതായ 5 പേരിൽ ഒരാളായ 32 വയസ്സുള്ള ടെഡ് വെയർ ആയിരുന്നു. അവന്റെ ഡെഡ് ബോഡി കിട്ടി എന്നുള്ള വാർത്തകളെല്ലാം പ്രചരിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാ രാജ്യവും ഈ ഒരു വാർത്തയെക്കുറിച്ച് മാത്രം സംസാരിക്കാൻ തുടങ്ങി. മാത്രമല്ല, ടെഡ് വെയർ ഇവിടെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം എവിടെ എന്നുള്ള ചോദ്യം ഉയരാൻ തുടങ്ങി. കൂടാതെ ഇദ്ദേഹം കാണാതായ ദിവസം ക്ലീൻ ഷേവ് ചെയ്തിരുന്നു. പക്ഷേ ഈ ഒരു ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തതിലൂടെ അദ്ദേഹത്തിന്റെ താടിയിലുണ്ടായിരുന്ന മുടിക്ക് 13 ആഴ്ചത്തെ വളർച്ചയുള്ളതായും കണ്ടെത്തി. അതായത് കാണാതായ അന്ന് മുതൽ അടുത്ത 13 ആഴ്ച ടെഡ് വെയറിന് ജീവൻ ഉണ്ടായിരുന്നു. അതായത് ഒരാൾ മരിച്ചതിന് ശേഷം അയാളുടെ ശരീരത്തിൽ മുടി വളരില്ലല്ലോ. അത് വെച്ചാണ് ഇവർ ഈ ഒരു തീരുമാനത്തിൽ എത്തിയത്. പക്ഷെ ഇവിടെയാണ് പല ചോദ്യങ്ങൾ വീണ്ടും ഉയരാൻ തുടങ്ങിയത്. കാരണം ആ ട്രെയിലറിൽ 5 പേർക്കും 1 വർഷത്തേക്ക് കഴിക്കാൻ ആവശ്യമായ ഭക്ഷണം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ ആ ട്രെയിലറിൽ ഉണ്ടായിരുന്ന റെഡി ടു ഈറ്റ് ഫുഡ്സ് മാത്രമായിരുന്നു അവർ ഉപയോഗിച്ചത്. കൂടാതെ തണുപ്പ് മാറ്റാൻ കഴിയുന്ന വസ്തുക്കളും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവയൊന്നും ഉപയോഗിച്ചിട്ടുമില്ല. ആ ട്രെയിലറിനുള്ളിൽ ഇത്രയേറെ വസ്തുക്കൾ ഉണ്ടായിരുന്നിട്ടും ടെഡ് വെയർ മരിച്ചത് എങ്ങനെയായിരിക്കും? കൂടാതെ മറ്റു 4 പേർ എവിടെ? ഈ വലിയ ചോദ്യത്തിന് ഉത്തരം തേടിയ പോലീസിന് ലഭിച്ചത് മൃഗങ്ങൾ ഭക്ഷിച്ച് ബാക്കി അവശേഷിപ്പിച്ച എല്ലിൻ കഷ്ണങ്ങൾ മാത്രമായിരുന്നു. അതെ, കാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ജാക്ക്, ബിൽ കൂടാതെ ജാക്കി ഇവരുടെ എല്ലിൻ കഷ്ണങ്ങൾ ലഭിച്ചു. അത് അവരുടെ എല്ലിൻ കഷ്ണങ്ങളാണെന്ന് ഓട്ടോപ്സി റിപ്പോർട്ടിലൂടെ കൺഫേം ചെയ്തു. അപ്പോൾ വരെയും 4 പേർ മരിച്ചുവെന്ന് സ്ഥിരീകരിച്ചു. പക്ഷെ എവിടെ തിരിഞ്ഞിട്ട് മത്യാസിന്റെ ശരീരം കിട്ടിയില്ല. കൂടാതെ ആ ട്രെയിലറിനുള്ളിൽ ടെഡ് വെയറിന്റെ ഷൂസും കാണാനില്ലായിരുന്നു. പകരം മത്യാസിന്റെ ഷൂസ് ആയിരുന്നു ആ ട്രെയിലറിനുള്ളിൽ ഉണ്ടായിരുന്നത്. അപ്പോ മത്യാസിന് എന്ത് സംഭവിച്ചു? അയാൾ എവിടെ പോയി എന്നുള്ളത് ഇതുവരെയും കണ്ടെത്താനേ സാധിച്ചിട്ടില്ല. ഈ കേസിൽ ദുരൂഹമായ കാര്യങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. സംഭവം നടന്ന ദിവസം ബാസ്കറ്റ്ബോൾ മത്സരം കാണാൻ പോയ 5 പേരും യാതൊരു ബന്ധവുമില്ലാതെ ഈ കാട്ടിലേക്ക് എന്തിനു വരണം? ആ ഒരു സമയത്ത് എന്തിനു വരണം? അതേസമയം അവിടെ യാദൃശ്ചികമായി പോയ ജോസഫ് അദ്ദേഹത്തിന്റെ കാറ് കുടുങ്ങിക്കിടന്നപ്പോൾ വളരെ ദൂരത്തിൽ അദ്ദേഹം കണ്ടത് ഇവരെയാണോ? പക്ഷേ ജോസഫ് പറഞ്ഞപ്പോൾ ഒരു സ്ത്രീയുടെ ശബ്ദവും കുഞ്ഞിന്റെ ശബ്ദവും കേട്ടുവെന്ന് പറഞ്ഞു. കൂടാതെ 2 കാറുകളുടെ ഹെഡ്ലൈറ്റ് കണ്ടതായും അദ്ദേഹം പറഞ്ഞു. ശരി, അത് ഇവർ എന്ന് തന്നെ വിചാരിച്ചാലും ജോസഫ് സഹായം ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ എന്തുകൊണ്ടാണ് അവർ നിശബ്ദരായത്? ഒരാവേശത്തിന് വേണ്ടി അവരവിടെ പോയതാണെങ്കിലും ആ കാറിൽ തന്നെ തിരികെ വരാമായിരുന്നു. എന്തുകൊണ്ട് ആ ഒരു രാത്രിയിൽ കനത്ത മഞ്ഞ് വീഴ്ചയുള്ള സമയത്ത് കാറിൽ നിന്നും ഇറങ്ങി കാടിനുള്ളിലേക്ക് പോയി? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾ വരാൻ തുടങ്ങി. എന്നാൽ ലഭിക്കുന്ന തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ എന്തോ ഒരു കാരണത്താൽ അവർ കാടിനുള്ളിലേക്ക് പോയി. എങ്ങനെയോ അവർ വേർപിരിഞ്ഞ് വഴിതെറ്റിപ്പോയി. ആ സമയത്ത് അവർക്ക് തണുപ്പിൽ ധരിക്കാൻ കോട്ടോ ജർക്കിയോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ആ തണുപ്പ് സഹിക്കാൻ കഴിയാതെ ജാക്ക്, വിൽ, ജാക്കി ഈ 3 പേരും മരിച്ചു. ഇവരുടെ ഡെഡ് ബോഡി മൃഗങ്ങൾക്ക് ഭക്ഷണമായി. എല്ലിൻ കഷ്ണങ്ങൾ മാത്രം അവശേഷിച്ചു. ടെഡ് വെയർ, മത്യാസ് ഇവർ 2 പേരും മാത്രം എങ്ങനെയോ രക്ഷപ്പെട്ട് അവരുടെ കാറുള്ള സ്ഥലത്ത് നിന്നും 19 കിലോമീറ്റർ അകലെയുള്ള ആ ട്രെയിലറിലേക്ക് പോയി. പക്ഷെ അത് ഏതോ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് ചിന്തിച്ച് ആ ട്രെയിലർ ലോക്ക് അല്ലാത്ത കാര്യം പോലും അറിയാതെ വിൻഡോ തകർത്തകത്തേക്ക് പോയി. റെഡി ടു ഈറ്റ് ഫുഡ്സ് മാത്രം ഭക്ഷിച്ചു. മറ്റു വസ്തുക്കളൊന്നും അവർ കഴിച്ചില്ല. മറ്റു വസ്തുക്കളൊന്നും ഉപയോഗിച്ചതും ഇല്ല. ചൂടുണ്ടാക്കാനുള്ള വസ്തുക്കൾ ആ ട്രെയിലറിനുള്ളിൽ ഉണ്ടായിരുന്നിട്ടും
അവർ അതൊന്നും എടുത്തില്ല. എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് ഒരു ചോദ്യം. പക്ഷെ എന്തോ ഒരു കാരണത്താൽ പുറത്തേക്ക് പോയ മത്യാസ് അദ്ദേഹത്തിന്റെ ഷൂസിന് പകരം ടെഡ്വേറിന്റെ ഷൂസ് ആയിരുന്നു മാറ്റി ധരിച്ചത്. പോയ അദ്ദേഹം തിരികെ വന്നതുമില്ല. അങ്ങനെ അടുത്ത ചില ദിവസത്തിൽ ഒറ്റപ്പെട്ടും തണുപ്പ് സഹിക്കാനാകാതെയും വിശപ്പ് കാരണവും ടെഡ്വേർ മരിച്ചിട്ടുണ്ടാകാമെന്ന് പോലീസിന്റെ തിയറി പറയുന്നു. ഈ ഒരു കേസ് ആദ്യം മുതൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പല സംശയങ്ങൾ വന്നിട്ടുണ്ടാകും. ഈ സംശയങ്ങൾക്കെല്ലാം ഇന്നുവരെയും ആരുടെ പക്കൽ നിന്നും ഉത്തരം ലഭിച്ചിട്ടേയില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം അറിയാമെന്നുണ്ടെങ്കിൽ കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.